നമസ്കാരം. റഷ്യയെ നടുക്കി ആരാധനാലയങ്ങളിൽ ആക്രമണം. റഷ്യയിൽ കൂട്ട വെടിവെപ്പിൽ പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. സിനഗോഗിനും ക്രിസ്ത്യൻ പള്ളിക്കും ട്രാഫിക് പോസ്റ്റിനും നേരെയാണ് വെടിവെപ്പ് നടന്നത്. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഭീകരാക്രമണമാണ് എന്നാണ് റഷ്യ വിശദീകരിക്കുന്നത്. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. 15 പോലീസുകാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നതിന് സ്ഥിരീകരണമുണ്ട്. 2 ഓർത്തഡോക്സ് പള്ളികൾക്കും ഒരു സിനഗോഗിനും പോലീസ് ചെക്ക് പോസ്റ്റിനും നേരെയാണ് ആക്രമണം നടന്നത് എന്ന് റഷ്യൻ ദേശീയ തീവ്രവാദ വിരുദ്ധ സമിതി അറിയിച്ചു. പ്രാഥമിക വിവരമനുസരിച്ച് റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു പുരോഹിതനും പോലീസ് ഉദ്യോഗസ്ഥരുമാണ് കൊല്ലപ്പെട്ടത്. മുഴുവൻ അക്രമികളെ പിടികൂടിയോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ഉക്രൈനാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന ചർച്ച ഉയർത്താനാണ് റഷ്യയുടെ നീക്കം എന്ന സൂചനയുണ്ട്. ഇത്തരം ആരോപണങ്ങൾ അനൗദ്യോഗികമായി റഷ്യ നടത്തുന്നുമുണ്ട്. ഇന്നലെ റഷ്യയിലെ നോർത്ത് കോക്കനസ് മേഖലയിലെ ഡാഗസ്ഥാനിലെ ഒരു സിനഗോഗും 2 ഓർത്തഡോക്സ് പള്ളികളും ഒരു പോലീസ് ചെക്ക് പോസ്റ്റും ലക്ഷ്യമിട്ടുള്ള ഏകോപിത ആക്രമണ പരമ്പരയാണ് നടന്നത്. മൊത്തം മരണങ്ങളുടെ എണ്ണം റഷ്യൻ അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല. ആക്രമണത്തിൽ പങ്കെടുത്ത 5 തോക്കുധാരികളും വെടിയേറ്റ് മരിച്ചതായി ഡാഗസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. റഷ്യയുടെ ദേശീയ തീവ്രവാദ വിരുദ്ധ സമിതി ആക്രമണങ്ങളെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി വിശേഷിപ്പിക്കുകയും വെടിവെപ്പിനെക്കുറിച്ച് ഭീകരവിരുദ്ധ സമിതി അന്വേഷണം ആരംഭിച്ചതായും അറിയിച്ചു. പ്രധാനമായും മുസ്ലിം നോർത്ത് കോക്കസസ് മേഖലയിലെ ഒരു പുരാതന ജൂത സമൂഹത്തിൻ്റെ ആസ്ഥാനമായ ഡെർബൻഡിലാണ് സിനഗോഗും പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. ജോർജിയയുടെയും അസർബൈജാൻ്റെയും അതിർത്തിയിലുള്ള ഡാഗസ്ഥാൻ്റെ തലസ്ഥാനമായ മഖച്ചലയിലാണ് പോലീസ് പോസ്റ്റ് നിലകൊള്ളുന്നത്. അവിടെയാണ് ആക്രമണം നടന്നത്. ആയുധധാരികൾ പള്ളികളിൽ എത്തിയവർക്ക് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ വെടിയുതിർക്കുകയായിരുന്നു. വെടിവെപ്പിനെ തുടർന്ന് പള്ളിയിൽ വലിയ രീതിയിൽ തീ പടർന്നു പിടിച്ചു. പള്ളിയിൽ നിന്നും വലിയ രീതിയിൽ പുക ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ ആക്രമണത്തിലാണ് ഒരു പുരോഹിതനടക്കം 15 പേർ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നത്. 4 അക്രമികളും പോലീസിൻ്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവർക്കായി തിരച്ചിൽ നടക്കുന്നതായി പോലീസ് അറിയിച്ചു. മുൻപ് ഭീകരാക്രമണങ്ങൾ ധാരാളം നടന്നിട്ടുള്ള മേഖലയാണ് ഇത്. റഷ്യയുടെ ഡാഗസ്ഥാൻ മേഖലയിൽ നിരവധി കുടിയേറ്റ മുസ്ലിം ഭീകരവാദികളാണ് ഉള്ളത്. അവരൊക്കെ തന്നെ ഇത്തരം ആക്രമണങ്ങൾ സ്ഥിരമായി തന്നെ നടത്തുന്നവരാണ്. ആ മേഖലയിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇതിനു മുൻപും ആക്രമണമുണ്ടായിട്ടുണ്ട്. പലതരത്തിൽ സാധാരണക്കാർക്ക് നേരെയും പലകുറി ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് റഷ്യയുടെ ഡാഗസ്ഥാൻ മേഖല. ഈ മേഖലയിൽ ശക്തമായ സുരക്ഷാ സംവിധാനവും പോലീസ് പോസ്റ്റും ഒക്കെയുള്ള സ്ഥിതിക്കും ഇവിടെ ആക്രമണങ്ങൾ നടന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ റഷ്യൻ ഭീകരവിരുദ്ധ സമിതി അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ആക്രമികളിൽ 4 പേരും വെടിയേറ്റ് മരിച്ചതായി റിപ്പോർട്ടുണ്ട്. 5 പേരുണ്ടായിരുന്നു. 5 പേരും മരിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒരാൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മേഖലയിലാകെ ഇപ്പോൾ റഷ്യൻ പോലീസും അതുപോലെ ഡാഗസ്ഥാൻ ആഭ്യന്തര ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജനങ്ങളെ ആ മേഖലയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിനഗോഗിനും പള്ളിക്കും സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അധികം ജനവാസമുള്ള മേഖലയല്ല ഈ പ്രദേശം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സിവിലിയന്മാർക്കാർക്കും വെടിയേറ്റതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നില്ല. പക്ഷേ 2 സിവിലിയന്മാർക്ക് പരിക്ക് പറ്റിയതായി ചില അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.